ഡ്യുവാലിറ്റിയാണ് ഒരു സോൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ശരീരത്തിൽ ക്ലോസ്ഡ് കണ്ടെയ്നറിലുള്ള ഒരു 20,000 പേർക്ക് മുകളിൽ ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു. എങ്ങനെയാണ് ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്നത്? തോട്ട് ക്രിയേറ്റ്സ് കെമിക്കൽ, കെമിക്കൽസ് ക്രിയേറ്റ്സ് ഇമോഷൻ, ഇമോഷൻ ക്രിയേറ്റ്സ് വൈബ്രേഷൻ, വൈബ്രേഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിവേഴ്സിബിൾ ആണ്. നമ്മൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് വരും. ഇറിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഐഡന്റിറ്റിയിലോട്ടാണ് പോകുന്നത്. പുതിയ രീതിയിൽ നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഇത്രയും നാളും ജീവിച്ച ജീവിതം വീണ്ടും പുതിയതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും ഡെയിലി കേൾക്കണം. കൺസിസ്റ്റൻസിയും റെപ്പിറ്റേഷനും ആണ് സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടത്. അപ്പൊ നിങ്ങളത് 3 months കേട്ട് നോക്കൂ, അപ്പൊ ലൈഫ് മാറും. ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സൈക്കോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാനും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിയിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 20,000-ൽ പരം ആളുകൾക്ക് അവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ശ്രീവിദ്യ മാം. നമസ്കാരം മാം. നമസ്കാരം മാം. മൈൻഡ് പവർ കോച്ചിങ്, അതായത് പല തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഇപ്പം ഹിപ്നോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, അങ്ങനെ കുറേ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ മൈൻഡ് പവർ കോച്ച് അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമാകുന്നത്? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മൈൻഡ് പവർ കോച്ച് ആവാൻ വേണ്ടി ആ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒരാളല്ല. എൻ്റെ ലൈഫ് എന്നെ അതിലോട്ട് എത്തിച്ചതാണ്. എൻ്റെ ലൈഫിലൊരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ കോച്ചായിട്ട് മാറി. അപ്പോൾ ഞാൻ ലിറ്ററലി എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ആണ് ഞാൻ സ്റ്റുഡൻസിന് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം സൈക്കോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാനും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടിയിരുന്നു. പക്ഷെ ഞാൻ സൈക്കോളജിസ്റ്റിനെ ഒരിക്കലും ബ്ലെയിം ചെയ്യുക, ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ ആരുമല്ല. അത്രയും ഞാൻ വളർന്നിട്ടില്ല. പക്ഷേ അതിൽ നമുക്ക് ആ ഒരു ടെമ്പററി ഹീലിംഗ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്ക് മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകും എന്നല്ലാതെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് അതിൽ നടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു ചേഞ്ച് അല്ല വേണ്ടത്, ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണ് വേണ്ടത്. ട്രാൻസ്ഫോർമേഷൻ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിവേഴ്സിബിൾ ആണ്. നമ്മൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലോട്ട് വരും. ഇറിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഐഡന്റിറ്റിയിലോട്ടാണ് പോകുന്നത്. പുതിയ രീതിയിൽ നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഹെൽത്ത് ഏരിയ, എൻ്റെ റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ, എൻ്റെ കരിയറിൽ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായി, മണി ഏരിയയിൽ ഷിഫ്റ്റ് ഉണ്ടായി, സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരാൾക്കും പറയാൻ പറ്റില്ല. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വഴിയിൽ ഞാൻ ആളുകളെയും കൂട്ടുകയാണ്. എനിക്കൊന്ന് ഈ നമ്മൾ ഇത്രയും നാളും ജീവിച്ച ജീവിതം വീണ്ടും പുതിയതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും. അതായത് അവരുടെ ജീവിതം മൊത്തത്തിൽ മടുത്തിരിക്കുക, ജീവിതത്തിലെടുത്ത ചില ഡിസിഷൻസ്, അത് കാരണം ജീവിതം മൊത്തത്തിൽ നശിച്ചു പോയി, ഇനി ജീവിതം ഒന്നുകൂടെ തുടങ്ങണം. അങ്ങനെയുള്ളവർക്ക് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പുനർജന്മം പോലെ ജീവിക്കണമെങ്കിൽ ഒരു മൈൻഡ് പവർ കോച്ചിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സാധിക്കും? തീർച്ചയായിട്ടും. ജീവിതം ഒന്നുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കരുത്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചതൊക്കെ വിഷമിച്ചതാണെങ്കിലും അതിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ നല്ല കാര്യം നടക്കുന്നതിനും മോശം കാര്യം നടക്കുന്നതിനും ഒരു റീസൺ ഉണ്ട്, ഭഗവത്ഗീതയെ പറയുന്ന പോലെ. അപ്പം നമ്മളാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ആ പാസ്റ്റ് വേണം. അപ്പോൾ ആ ഒരു ജീവിതത്തിന് നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു സോളിൻ്റെ ഡ്യുവാലിറ്റിയാണ് ഒരു സോൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ശരീരത്തിൽ ക്ലോസ്ഡ് കണ്ടെയ്നറിലുള്ള സോളാണ്, അല്ലെങ്കിൽ ഹോൾ യൂണിവേഴ്സ് ഈ ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ്. അപ്പൊ സോളിന്റെ നേച്ചർ എന്ന് പറയുന്ന ഡ്യുവാലിറ്റിയാണ്, ഡാർക്ക്നെസ്, ലൈറ്റ്നെസ്. ഒരു ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ്നെസ് ഉണ്ടാവുള്ളൂ, അല്ലാതെ പുതിയ ജീവിതം എന്നല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗം ഇത് രണ്ടും നമ്മളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈവൻ ദോ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണെങ്കിലും നമ്മൾ ഡാർക്ക്നെസ്സിലെത്തും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ, മൈൻഡ് പവർ കോച്ചിങ് ഇതുപോലുള്ള ക്ലാസ്സിലൂടെ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഒരാൾക്കും ലൈറ്റ്നെസ്സിൽ എത്താൻ പറ്റില്ല. ഇത് മൈൻഡ് ചേഞ്ച് ചെയ്യുകയാണോ? അതായത് ഇവരുടെ ചിന്ത, ഇവരുടെ എങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെ മുഴുവൻ ഇത് മാറ്റിയെടുക്കും? കാഴ്ചപ്പാടുകളെ ഇപ്പം എനിക്ക് ഒരാൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ രാഹുലിനോട് നാളെ തൊട്ട് കാഴ്ചപ്പാട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഒരിക്കലും മാറാൻ പറ്റില്ല. കാരണം നമ്മളെന്ന് പറയുന്നത് ഓട്ടോ പ്രോഗ്രാംഡ് മെഷീനാണ്. ഒരു കാര്യം, ഈ ചില ആളുകൾ പറഞ്ഞാൽ കേട്ടിട്ട് ചില ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയുന്നത്, അതേപോലെ ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതാണോ?
അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം ഒരാളെ ഇപ്പം നാളെ മാറണം എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ കുറച്ച് ഇൻഫർമേഷൻ രാഹുൽ അല്ലെങ്കിൽ ആരായാലും A, B or C പറഞ്ഞു തരുന്ന സമയത്ത് അവരുടെ കോൺഷ്യസ് മൈൻഡ് അത് കേൾക്കുന്നു. പക്ഷേ കോൺഷ്യസ് മൈൻഡിന്റെ കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി എന്ന് പറയുന്നത് വെറും 10%. ബാക്കി 90% സബ് കോൺഷ്യസ് മൈൻഡിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 0 to 14 years ഓഫ് കണ്ടീഷനിങ് ആണ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 14 വയസ്സ് വരെ ആ കുഞ്ഞിന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, എക്സ്പീരിയൻസ്, ഇമോഷൻസ്, പേരൻസ് കണ്ടീഷൻ ചെയ്യുന്നത്, സൊസൈറ്റി കണ്ടീഷൻ ചെയ്യുന്നത് ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ 21 years ഓഫ് ഏജിലാണ് നമ്മൾ ബ്രെയിൻ കംപ്ലീറ്റ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ സബ് കോൺഷ്യസ് ബിലീഫും എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ആ കുഞ്ഞിനുണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വേൾഡിനെ വിലയിരുത്തുന്നത്, നമ്മൾ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റില്ല, അതിന് ടൈം എടുക്കും. ഞാൻ എല്ലാവരോടും മിനിമം പറയുന്ന ടൈം 21 days to 66 days അല്ലെങ്കിൽ 90 days. നമുക്കൊരു ന്യൂറൽ പാത്ത് വേ അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഫോം ചെയ്താൽ മാത്രമേ ഒരാൾക്ക് മാറാൻ പറ്റുള്ളൂ. ലിറ്ററലി നമ്മൾ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഇപ്പോൾ ഉള്ള പ്രോഗ്രാം നമ്മൾ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഒരു ബുക്ക് വായിച്ചാലോ ഒരു വീഡിയോ കണ്ടാലോ ഒന്നും ആർക്കും മാറാൻ പറ്റില്ല. പക്ഷേ ഒരു മൈൻഡ് പവർ കോച്ച് എങ്ങനെയാണ് അവരെ മാറ്റിയെടുക്കുന്നത്? അതായത് ഞാനത് മാമിന്റെ മറ്റൊരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. ഒരു 20,000 പേർക്ക് മുകളിൽ ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു. എങ്ങനെയാണ് ഇവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്നത്? അതായത് ഇപ്പോൾ ഒരാൾ നമ്മളെ അടുത്ത് വരുന്ന ഒബ്വിയസ്ലി ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർ ഏറ്റവും ലൈഫിന്റെ മോശം അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള ക്ലാസ്സിൽ ഹെൽപ്പ് തേടുന്നത്. അപ്പോൾ അത് അവരുടെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ആ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അവർക്ക് തീരുമാനിക്കാം ഇനി ലൈഫ് നന്നാക്കണോ അതോ ഇവിടെ ലൈഫ് അവസാനിപ്പിക്കണോ എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ക്ലാസ്സിലോട്ട് വരുമ്പോൾ അവര് ഏറ്റവും ലോ ഫ്രീക്വൻസിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളെ പറ്റി കുറ്റം പറയാണ്, നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയില്ല, ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാണ്, എനിക്ക് അവരെ പോലെ ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് തോട്ടാണ്. അപ്പൊ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആയിരിക്കും, നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ആളുകൾ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഫീൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ ആദ്യം അവർക്ക് എന്താണ് റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ച് അത് ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഈ നമ്മൾ പല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഞാനും കാണാറുണ്ട്. 24 hours കൊണ്ട് ഇത്ര ലാക്സ് മാനിഫെസ്റ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം പറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ യൂട്യൂബേഴ്സ് പറയുന്നത്. അത് എനിക്ക് ചിലപ്പോൾ അവർക്ക് മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിറയെ കിടക്കുകയാണ് ഈ മോട്ടിവേഷണൽ വീഡിയോസ്. പക്ഷെ അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അങ്ങനെ ചിലപ്പോൾ അനുഭവം ഉണ്ടായേക്കാം, എനിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, എൻ്റെ സ്റ്റുഡൻസിനും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇവർ ഫസ്റ്റ് ക്ലാസ്സിൽ വരുമ്പം തന്നെ ഇവരുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള എനർജി നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അൺപ്രോസസ്ഡ് ഇമോഷൻ നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതാണ് കുറച്ച് കാലം കഴിഞ്ഞ ഡിസീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് കിടക്കുന്നുണ്ട്. അതാണ് നമുക്ക് കരിയർ ബ്ലോക്കിന് കാരണമാവുന്നത്, കോൺഫിഡൻസ് കുറവുണ്ടാവുന്നത്. നമ്മളിപ്പോൾ നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്താലും നമുക്ക് എന്തുകൊണ്ട് നടത്താൻ പറ്റുന്നില്ല, എന്തോ ഒരു കാര്യം ഉള്ളിലേക്ക് വലിക്കുന്നില്ലേ? അതാണ് സബ് കോൺഷ്യസ് ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സബ് കോൺഷ്യസ് ബിലീഫ് മാറ്റാനും ഈ അൺപ്രോസസ്ഡ് ആയിട്ട് എനർജി റിലീസ് ചെയ്യാനുമുള്ള ടെക്നിക്സും മെഡിറ്റേഷൻസും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് മാനിഫെസ്റ്റേഷനിലോട്ട് പോകുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ആഗ്രഹിച്ച് എടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ അത് തേടി വരണം. മാനിഫെസ്റ്റേഷൻ ഇത് സജഷൻസ് ആണോ? അതായത് ഇപ്പം നമ്മൾ ചില വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറും. അത്തരത്തിൽ കുറെ സജസ്റ്റീവ് വേർഡ്സ് ഇല്ലേ, നിങ്ങൾ നല്ലതാണ്, നിങ്ങൾക്ക് ഇന്നത് വരാൻ പോകുന്നു, അങ്ങനെ കുറെ സജഷൻസ് യൂട്യൂബിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അതൊക്കെ എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു രാത്രി കൊണ്ട് ഒരാളുടെ ലൈഫ് മാറുമൊന്നുമില്ല. ഇപ്പം നിരന്തരം ഈ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. രാത്രി ഇപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയമാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയിരിക്കുന്നതും കോൺഷ്യസ് മൈൻഡ് ഉറക്കത്തിലോട്ട് പോകുന്ന ടൈം. ആ ഒരു ടൈമിൽ ഇതുപോലെ നമ്മൾ നല്ല നല്ല അഫർമേഷൻസും കാര്യങ്ങളും കേട്ട് ഡെയിലി കേൾക്കണം. കൺസിസ്റ്റൻസിയും റെപ്പിറ്റേഷനും ആണ് സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടത്. ഇപ്പം നിങ്ങളത് 3 months കേട്ട് നോക്കൂ, അപ്പം ലൈഫ് മാറും. ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്? അതായത് ഇത്തരത്തിലുള്ള അഫർമേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഇതെല്ലാം എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ? അതായത് ഇപ്പം നമ്മളൊരു തോട്ട്
രൂപപ്പെടും. നമ്മളൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ റിലീസ് ആവുന്നുണ്ട്. തോട്ട് ക്രിയേറ്റ്സ് കെമിക്കൽസ് ക്രിയേറ്റ്സ് ഇമോഷൻ ക്രിയേറ്റ്സ് വൈബ്രേഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി. അതാണ് നമ്മളൊരു തോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഇമോഷൻ ഉണ്ടാവുന്നു, ഇമോഷൻ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു, വൈബ്രേഷൻ റിയാലിറ്റിയിലോട്ട് എത്തിക്കുന്നു. ഇപ്പം നെഗറ്റീവ്ലി പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് പറയാണ് ഐ എം എ പ്രൊക്രാസ്റ്റിനേറ്റർ അല്ലെങ്കിൽ ഐ എം എ ലേസി പേഴ്സൺ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ലേസി പേഴ്സൺ ആണ് എന്നുള്ള തോട്ടാണ് ഞാൻ എൻ്റെ മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ലേസി ആവാനുള്ള കെമിക്കൽ റിലീസ് ചെയ്യും എൻ്റെ ബോഡിയിൽ. അപ്പം ഹോൾ ഡേ ഞാൻ ചിലപ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കും. അഡിക്ഷൻ, കാരണം ഈ സ്ക്രോളിങ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഡോപ്പമിൻ ഹിറ്റാണ്. അതൊരു ലഹരിയാണ്, അതൊരു അഡിക്ഷനാണ്. അപ്പം അതിൽ ഞാൻ അഡിക്റ്റഡ് ആയിരിക്കും. ആ ദിവസം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ലേസി ആവാനുള്ള സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും എനിക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോ പുറത്തത് ഞാൻ ഇതേപോലെയാണ്. എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും, ഞാൻ എന്തൊരു മടിയനാ, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്തില്ല. നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിട്ട് ദിവസം പോകുന്നതല്ലാതെ ഇത് ശരിയായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ പറയും, ഞാൻ എന്തൊരു മടിയനാ, എന്തെങ്കിലും പണിയെടുത്തിട്ട് അത് ആലോചിച്ച കാര്യങ്ങൾ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.